Hi students, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ നോൺ ലീനിയർ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഇത്രയും സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത ലീനിയർ ഇക്വേഷൻസ്, ക്വാസി ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഫോം ഓഫ് നോൺ ലീനിയർ ജനറൽ ആയിട്ടുള്ള നോൺ ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന നോൺ ലീനിയർ ഇക്വേഷൻസിന്റെ കേസിലേക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ ഇക്വേഷൻസിന്റെ നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ജനറൽ ഫോം എന്നുള്ളത് എഫ് ഓഫ് എക്സ് വൈ യു യു എക്സ് യു വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ഫസ്റ്റ് ഓർഡർ നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ജനറൽ ഫോം ഇതാണ്. അപ്പൊ ഇതിൽ നമുക്ക് യു എക്സ് എന്നുള്ളതിനെ നമ്മൾ നൊട്ടേഷൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് യു എക്സ് എന്നുള്ളതിനെ പി എന്നുള്ളതുകൊണ്ടും യു വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ തന്നിട്ടുള്ള ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ യു പി ക്യൂ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും. അപ്പൊ ഇനി ഒരു നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്വാസി ലീനിയർ ഇക്വേഷൻസിന്റെ കേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് മെത്തേഡ് ഉപയോഗിച്ച് ക്യാരക്ടറിസ്റ്റിക് കേർവ്സ് ഉപയോഗിച്ച് നമ്മൾ ക്വാസി ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ക്വാസി ലീനിയർ ഇക്വേഷൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നോൺ ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വാസി ലീനിയർ എഫ് ഓഫ് എക്സ് വൈ യു പി ക്യൂ ഈക്വൽ ടു 0 എന്നുള്ള നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഇന്റർഗ്രൽ സർഫസിൽ വരുന്ന ഒരു പോയിന്റ് x0 y0 u0 എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിന്റെ സൊല്യൂഷൻ വരുന്നത് u ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നോൺ ലീനിയർ PDEയുടെ സൊല്യൂഷൻ u ഈക്വൽ ടു യു എക്സ് വൈ ആണ് എന്ന് അസ്യൂം ചെയ്യാം. അതിന്റെ ഇന്റഗ്രൽ സർഫസിൽ വരുന്ന ഒരു പോയിന്റ് x0 y0 u0 എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. We have to find the slope of a characteristic curve or characteristic equations on the integral surface passing through this point. അതായത് ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക് കർവിന്റെ സ്ലോപ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ക്യാരക്ടറിസ്റ്റിക് കർവ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി യു ഓഫ് ടി എന്നുള്ള ഫോമിലാണ് എങ്കിൽ ഇവയുടെ സ്ലോപ്പിന്റെ ഇക്വേഷൻസ് അതായത് എക്സ് ടി വൈ ടി യു ടി എന്നുള്ള ഫോമിലുള്ള ഇക്വേഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഇത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. The equation of the tangent plane to the integral surface through x0 y0 u0 is ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെയുള്ള x0 y0 u0 എന്നുള്ള പോയിന്റിലൂടെയുള്ള പാസ് ചെയ്യുന്ന ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ, ഒരു സർഫസിന്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ആ സർഫസിൽ x0 y0 z0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ എന്നുള്ളത് എഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ഇത് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് u ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ളതാണ് ഇവിടെ കർവ്. u ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ള എന്നുള്ള ഇന്റഗ്രൽ സർഫസിലുള്ള x0 y0 u0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എഫ് എക്സ് എന്നുള്ളത് എന്ന് പറയുന്നതിന് സ്ഥാനത്ത് ഇവിടെ വരുന്ന യു എക്സിനെ നമുക്ക് p എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. p ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് യു വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട്, യു വൈ എന്നുള്ളതിനെ q എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം പ്ലസ് യു വൈ മൈനസ് വൈ നോട്ട്. നമ്മൾ u ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നാണ് എടുത്തത്. അപ്പൊ അതിനെ യു ഓഫ് എക്സ് വൈ മൈനസ് യു ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എടുക്കാം. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എടുക്കുമ്പോൾ u ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ എന്നുള്ളതിനെ യു ഓഫ് എക്സ് വൈ മൈനസ് യു എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് യു എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പം മൈനസ് യു എന്നുള്ളതിന്റെ du by u fz by fz ഡോ z by ഡോ z എന്നുള്ള ഫോമിലാണ് വരിക. fz എന്നുള്ളത് വരുന്നത് ഡോ u എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു z മൈനസ് z നോട്ടിന്റെ സ്ഥാനത്ത് u മൈനസ് u നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും.
So the equation of the tangent plane to the integral surface through x0, y0, u0 is p into x minus x0 plus q into y minus y0 minus u minus u0 equal to 0 എന്നുള്ള ഫോർമുല ആണ് വരുന്നത്. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്നുള്ള ഫോർമുല നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്തു. At the point x0, y0, u0, equation 1 can be written as equation 1 എന്നുള്ളത് നമ്മൾ ജനറൽ ഫോം ഓഫ് നോൺലീനിയർ ഇക്വേഷൻ എടുത്തുള്ളത് f of x, y, u, p, q equal to 0 ആണ്. അപ്പോൾ x0, y0, u0 എന്നുള്ള പോയിന്റിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ f of x0, y0, u0, p, q equal to 0 എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇവിടെ പിയും ക്യൂവും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ല. അപ്പോൾ നമ്മൾ എഫ് ഓഫ് x0, y0, u0, p, q ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എടുക്കുമ്പോൾ ഇവിടെ x0, y0, u0 എന്ന് പറയുന്നതെല്ലാം ഫിക്സഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ അതായത് അവ ഒരിക്കലും കോൺസ്റ്റൻസ് ആണ്, ഈ വേരിയബിൾസ് അല്ല. പക്ഷെ ഇവിടെ പിയും ക്യൂവും വേരിയബിൾസ് ആണ്, അവ ഒരിക്കലും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ല. q എന്നുള്ളതിനെ നമുക്ക് q ഓഫ് x0, y0, u0, p എന്നുള്ള ഫോമിൽ നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് p ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് പി ഇതേപോലെ ക്യൂവിനെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് ക്യൂ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ക്യൂവിനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് പി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ പി ആൻഡ് ക്യൂ ആർ നോട്ട് ഇൻഡിപെൻഡന്റ് ഇഫ് യു റീപ്ലേസ് ക്യൂ ഇൻ ടു ബൈ എ ഫംഗ്ഷൻ ഓഫ് ക്യൂ. ഇക്വേഷൻ 2 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പി ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ക്യൂ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് മൈനസ് യു മൈനസ് യു നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് വന്നിരുന്നത്. അപ്പൊ അതിൽ ക്യൂ എന്നുള്ളതിനെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് പി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അൺനോൺ ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് പി ക്യൂ എന്നുള്ളതിന് പകരം പി മാത്രമായിട്ട് വരും. അതായത് ഒരു പി എന്നുള്ള പാരാമീറ്ററിൽ മാത്രം വരുന്ന ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ സിംഗിൾ പാരാമീറ്റർ ഫാമിലി ഓഫ് ടാൻജന്റ് പ്ലെയിൻസ് ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ദിസ് ഫാമിലി സ്പ്രെഡ് ഔട്ട് എ കോൺ. അപ്പം ഈ ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് കർവ് എന്ന് പറയുന്നത് സ്പ്രെഡ് ഔട്ട് ഓഫ് എ കോൺ ആണ്. ദിസ് കോൺ ഈസ് കോൾഡ് മോംഗെ കോൺ. മോംഗെ കോൺ എന്നാണ് ഈ ഒരു കോണിനെ അറിയപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു മോംഗെ കോണിന്റെ ജനറേറ്റർ ആയിട്ട് വരുന്ന ടാൻജന്റ് പ്ലെയിനിലുള്ള ഒരു കർവിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് കർവ് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടു ഫൈൻഡ് ദി ജനറേറ്റർ ഓഫ് ദി മോംഗെ കോൺ, ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2നെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇക്വേഷൻ 2 എന്നുള്ളത് ഇക്വേഷൻ 2 വരുന്നത് പി ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ക്യൂ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് മൈനസ് യു നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പി ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു പി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0. യു എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ഓഫ് പി ആണ്. അപ്പോൾ അതിന് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരുന്നു. അസ്യൂം ദാറ്റ് എഫ് ഈസ് നോട്ട് ഡീജനറേറ്റ് അല്ല എന്നുള്ളത് അസ്യൂം ചെയ്യുക. അതായത് എഫ് പി സ്ക്വയർ പ്ലസ് എഫ് ക്യൂ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം. വിതൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി വി ക്യാൻ അസ്യൂം ദാറ്റ് എഫ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ബൈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം we have from equation 3 എന്നുള്ളത് f of x0, y0, u0, p, q equal to 0 എന്നുള്ള ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് by implicit function theorem we can represent dou p by dou q equal to or q dash p equal to minus fp by fq എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം എന്ന് പറയുന്നത് if f of xyz is equal to 0 ആണ് എങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സിനെ മൈനസ് എഫ് എക്സ് ബൈ എഫ് സെഡ് എന്നുള്ള ഫോമിലും ഡോ സെഡ് ബൈ ഡോ വൈ എന്നുള്ളതിനെ മൈനസ് എഫ് വൈ ബൈ എഫ് സെഡ് എന്നുള്ള ഫോമിലും നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 3 എന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്വേഷൻ 3 എന്നുള്ളത് വരുന്നത് ഇതാണ്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് യു നോട്ട് പി ക്യൂ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ഇക്വേഷൻ 3നെ വിത്ത് റെസ്പെക്ട് ടു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു പി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡോ ക്യൂ ബൈ ഡോ പി ആണ് വരുന്നത് കേട്ടോ. ക്യൂ ഡാഷ് പി ആണ് വരുന്നത്. ക്യൂ ഡാഷ് പി എന്ന് പറയുന്നത് ഡോ ക്യൂ ബൈ ഡോ പി ആണ്. ഡോ പി ബൈ ഡോ ക്യൂ അല്ല, ഇത് തെറ്റാണ്, എഴുതിയത് തെറ്റാണ്. അപ്പം ഡോ ക്യൂ ഡാഷ് പി എന്നുള്ളതിനെ നമുക്ക് മൈനസ് എഫ് ബി ബൈ എഫ് ക്യൂ എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ 4 ഇക്വേഷൻ 4 എന്ന് പറയുന്നത് x മൈനസ് x നോട്ട് ഇൻറ്റു ഡി ക്യൂ ബൈ ഡി പി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിയില്ലേ. ഇക്വേഷൻ 4 വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് x മൈനസ് x നോട്ട് പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഇൻറ്റു ക്യൂ ഡാഷ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ ഡാഷ് എന്നുള്ളത് ഡി ക്യൂ ബൈ ഡി പി എന്നുള്ളതിന് പകരം നമുക്ക് മൈനസ് എഫ് പി ബൈ എഫ് ക്യൂ ഈക്വൽ ടു 0 എന്നുള്ള എഫ് ക്യൂ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡി ക്യൂ ബൈ ഡി പി എന്നുള്ളതിന് പകരം നമുക്ക് മൈനസ് എഫ് പി ബൈ എഫ് ക്യൂ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് എക്സ് മൈനസ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഇൻറ്റു ഈ ഒരു ടേമിനെ നമ്മൾ പുറത്തേക്ക് എടുത്തുന്നു, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ എഫ് പി എന്നുള്ളതിന് ഇങ്ങോട്ട് എടുത്തു, എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എഫ് പി ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ബൈ എഫ് ക്യൂ ഓർ ഇതിനെ നമ്മൾ ഈക്വൽ ടു ടി എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു ടി ഇൻറ്റു എഫ് പി എന്നുള്ള ഫോമിലാണ് വരിക. ദർഫോർ എക്സ് ടി ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടി ഈക്വൽ ടു എഫ് പി ആൻഡ് വൈ ടി ഈക്വൽ ടു എഫ് ക്യൂ. ഇവിടെ വൈ ടി ആണ്, വൈ അല്ല, വൈ ടി ഈക്വൽ ടു എഫ് ക്യൂ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Therefore, equation 2 implies xt equal to fp and yt equal to fq ആണ് എങ്കിൽ equation 2 നെ നമുക്ക് u minus u px p into x minus x naught plus q into y minus y naught minus u minus of u minus u naught equal to 0 എന്നുള്ളതായിരുന്നു. അതിൽ നിന്ന് നമുക്ക് u minus u naught is equal to ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. With respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ut is equal to p into xt plus q into yt എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ut which implies ut equal to p into xt equal to നമ്മൾ എഴുതി fp ആണ്, q equal to y equal to fq ആണ്. അപ്പോൾ അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can write ut equal to p into fq plus q into fq എന്നുള്ള ഫോമിൽ ഇത് കിട്ടി. Therefore 3 differential equations for the characteristic curve. നമുക്ക് characteristic curve നെ റെപ്രസെന്റ് ചെയ്യുന്ന 3 differential equations കിട്ടി. xt equal to fp, yt equal to fq, ut is equal to pfp plus qfq എന്നുള്ള 3 ഇക്വേഷൻസ് കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ 7 എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് xt, yt, ut എന്നുള്ള ഫോമിൽ കിട്ടി. ഇക്വേഷൻ 7 are the characteristic equation, they contain p and q. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 7 ഉപയോഗിച്ചിട്ട് നമുക്ക് മാത്രം ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ പിയും ക്യൂവും വരുന്നുണ്ട്. പിയും ക്യൂവും അൺനോൺ ഫങ്ഷൻസ്, അൺനോൺ വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ക്വാസി ലീനിയർ ഇക്വേഷൻ വന്ന സമയത്ത് നമുക്ക് ഈ ഒരു 3 ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് കർവുകൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ പിയും ക്യൂവും അൺനോൺ ഫങ്ഷൻസ് ആയതുകൊണ്ട് പിന്റെയും ക്യൂവിന്റെയും വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് കൂടെ ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ they contain p and q which are unknown. To derive equations for p and q, we write p equal to ux. അപ്പോൾ നമ്മൾ പിയും ക്യൂവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസും കൂടെ കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ p equal to ux എന്നുള്ള ഫോമിൽ എഴുതുന്നു. p equal to ux എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് pt is equal to ux എന്ന് പറയുന്നത് പിയിലും ux എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x and y, ux എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് x and y ആണ്. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ x into ux plus ux into dx by dt plus ഡോ ബൈ ഡോ y into ux into dy by dt or it's equal to uxx into xt plus uxy into yt. ഇനി നമ്മൾ xt equal to fp and yt equal to fq ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് pt is equal to uxx plus uxy equal to fq എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ തന്നെ q equal to uy എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് qt is equal to uyx into xt plus uyy into yt equal to uyx into fp plus uyy into fq എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ നമുക്ക് pt equal to uxx plus fp uxx into fp plus uxy into fq, qt is equal to uyx into ft plus uyy into fq എന്നുള്ള ഫോമിൽ നമുക്ക് ഇക്വേഷൻസ് കിട്ടി. ഇപ്പം നമുക്ക് പിക്കും ക്യൂക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടി. pt ഈക്വൽ ടു പിയും ക്യൂവും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിയിലും ക്യൂവിലും ഉള്ള ഇക്വേഷൻസ് കിട്ടി. പിയിലുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് pt ഈക്വൽ ടു uxx ft plus uxy
FQ എന്നുള്ളതും QT ഈക്വൽ ടു UYX FP പ്ലസ് UYY FQ എന്നുള്ള ഇക്വേഷൻസ് ആണ് കിട്ടിയത്. പക്ഷെ അവിടെ വീണ്ടും പ്രശ്നമുണ്ട്. UXX UXY UYY എന്നുള്ളത് വീണ്ടും അൺനോൺസ് ആണ്. അതിനെ എലിമിനേറ്റ് ചെയ്യണം. UXX UXY UYY എന്നുള്ളവ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് F ഈക്വൽ ടു 0 എന്നുള്ള F ഓഫ് XY U P Q ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇംപ്ലിസിറ്റ്ലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ fx ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് fy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് fu ഇൻറ്റു ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് fp ഇൻറ്റു എഫ് പി ബൈ ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് എഫ് ക്യു ഇൻറ്റു ഡോ ക്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും. ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. dx by dx എന്നുള്ളത് 1 ആണ്. fx plus fu into dou u by dou x equal to ux, fp into dou p by dou x equal to px, dou q into qx equal to 0 എന്നുള്ള ഫോമിൽ എഴുതി. ഇതിനെ വീണ്ടും നമുക്ക് fx into fu into ux equal to p into fu plus px into fp plus qx into fq എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇനി px എന്ന് പറയുന്നത് p ഈക്വൽ ടു ux ആണ്. അപ്പോൾ px എന്ന് പറയുന്നത് ux നെ ഒരു പ്രാവശ്യം കൂടെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുക. px എന്ന് പറയുന്നത് uxx ആണ്. അപ്പോൾ fx ഇൻറ്റു pfu പ്ലസ് uxx fp പ്ലസ് uxy fq ഈക്വൽ ടു 0. നമുക്ക് നോക്കാം uxx fp പ്ലസ് uxy fq ഈക്വൽ ടു 0 എന്നുള്ളത് ഇക്വേഷൻ 8 ആണ്. uxx fp plus uxy fq equal to pt എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 8ലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ fx plus pfu plus pt equal to 0 എന്ന് എഴുതാൻ പറ്റും. ഫ്രം ദാറ്റ് ഈസ് pt is equal to minus fx pfu equal to fu എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ pt എന്നുള്ള ഇക്വേഷൻ കിട്ടി. uxxും uxyയും ഇല്ലാത്ത രീതിയിൽ pt എന്നുള്ളതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. ഇതേപോലെ f ഈക്വൽ ടു 0 എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് fy പ്ലസ് qfu പ്ലസ് py ഇൻറ്റു fp പ്ലസ് qy ഇൻറ്റു fq ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കിട്ടും. അതിൽ നമ്മൾ py എന്നുള്ളതിനെ uxy എന്നുള്ളതും qy എന്നുള്ളതിനെ uyy എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് uxy plus fp plus uyy fq എന്നുള്ളതിനെ we can represent it as qt from equation 9. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ qt equal to minus fy minus qfu എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്തിട്ട് അപ്പോൾ pt pക്കും qക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിന്റെ കളക്ഷൻ നമുക്ക് ആദ്യം നമ്മൾ ഇക്വേഷൻ 7ൽ കുറച്ച് ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. xt ഈക്വൽ ടു fp, yt ഈക്വൽ ടു fq, ut ഈക്വൽ ടു pfp പ്ലസ് qfq. ഇനി pക്കും qക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസും കൂടെ വരുന്നുണ്ട്. pt ഈക്വൽ ടു മൈനസ് fx മൈനസ് p fu, qt ഈക്വൽ ടു മൈനസ് fu fy മൈനസ് qy. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് ക്യാരക്ടറിസ്റ്റിക് ടോട്ടലി ഈ ഒരു നോൺ ലീനിയർ ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് വരുന്നത്. ഇതിനാണ് നമ്മൾ ഇക്വേഷൻ 10 എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. Here the characteristic curves are more complex structures than that of quasi-linear equations. Quasi-linear equations ൽ നമുക്ക് xt equal to a, yt equal to b, ut equal to c എന്നുള്ള ഫോമിൽ ഇക്വേഷൻസ് c of xy എന്നുള്ള ഫോമിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അതിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ നമുക്ക് characteristic curves ആയിട്ട് വരുന്നത്. Here each characteristic curve is associated with a tangent plane. Hence these structures are called the characteristic strips and equation 10 are called strip equations. Okay, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 10നെ നമ്മൾ സ്ട്രിപ്പ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഇവയുടെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്നതിന് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രിപ്പ് എന്നും പറയുന്നു. ക്യാരക്ടറിസ്റ്റിക് സ്ട്രിപ്സ് ആൻഡ് സ്ട്രിപ്പ് ഇക്വേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് സൊല്യൂഷൻ ആയിട്ട് വരുന്നത്, ഒരു നോൺ ലീനിയർ PDE വരുന്ന കോഷി പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.